ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും രോഗശാന്തി എന്ന് വേണ്ട സർവ്വ ഗുണങ്ങളും മഹിമകളും എല്ലാം ഉണ്ടാകണം. ഈശ്വരകൃപയും മുൻപേ എന്താ വേണ്ട? ഈശ്വരകൃപ. ഈശ്വരകൃപ വന്നാൽ, ഈശ്വരപ്രസാദം വന്നാൽ പിന്നെ സകലവും പുറകെ വന്നുകൊള്ളും. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് കിഷ്കിന്ധ കാണ്ഡമാണ് വായിക്കണം. നമ്മൾ ആരണ്യകാണ്ഡം കഴിഞ്ഞു. അവിടെ എന്താ പറഞ്ഞേ? ഭഗവാൻ പരമേശ്വരൻ പാർവതിക്ക്, രുദ്രാണിക്ക് കഥകളെല്ലാം, ശ്രീരാം ഭഗവാന്റെ ഈ കഥകളെല്ലാം നന്നായി പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഭക്തി കൊണ്ട് ഏറ്റവും പരവശയായി. എന്നിട്ട് എന്ത് ചെയ്തു പാർവതി? ശ്രീരാമങ്കൽ ചിത്തം ഉറപ്പിച്ചു ലയിച്ചു. അപ്പോൾ പരമാത്മാവായ ശ്രീരാമൻ ആരാ? പരമേശ്വരനായ നാരായണനല്ലേ? അപ്പോൾ ലോകപിതാവല്ലേ? അപ്പോൾ ആ രുദ്രാണിക്ക് ഈ ഉപദേശങ്ങളെല്ലാം പരമേശ്വരൻ കൊടുത്തപ്പോൾ ചിത്തം എവിടെ ഉറച്ചു? ഭഗവാങ്കൽ ശ്രീരാമങ്കൽ ഉറച്ചു ലയിച്ചു രുദ്രാണി. എന്നിട്ടോ പൈങ്കിളി പൈതൽ സ്ഥാനം പരമാനന്ദം പൂട്ട് ശങ്കര ജയിച്ച് അരുളന്ന് ഇരുന്നരുളിനാൻ. അങ്ങനെ അതാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞത്. ഇപ്പം ഇനി കിഷ്കിന്ധ കാണ്ഡമാണ്. അപ്പോൾ ആരണ്യകാണ്ഡം സമാപ്തമായി. നമുക്കിനി കിഷ്കിന്ധകാണ്ഡം വായിക്കാം. ഇതൊക്കെ ഇത് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? എത്രയോ വർഷമായി ഞാൻ ജനിച്ചിട്ട്. ഈ 2 വർഷം കൊണ്ടാണല്ലോ ഇത് ഞാൻ കണ്ടത്, ഈ പുസ്തകം. എന്നുവെച്ചാൽ വായിക്കാനൊരു യോഗം ഉണ്ടായത്. അതാ ഭഗവാൻ വിചാരിച്ചാൽ നമ്മൾ അറിയാത്തതിനും നമുക്ക് തരും, ഒപ്പിച്ച് തരും. നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. എനിക്കിതൊക്കെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണെന്ന് ഭഗവാൻ അറിയാം. ഞാൻ എന്ത് കിട്ടിയാലും ആവേശം കൊണ്ട് ഇതൊക്കെ വായിച്ചു തീർക്കും. അപ്പോൾ അത് ഭഗവാൻ അറിയാം, ഇത് എനിക്ക് കിട്ടിയാൽ ഞാൻ നന്നായി ആസ്വദിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭഗവാൻ തന്നെ കൊടുക്കും. ഒന്നും അറിയത്തില്ല, രാമായണം എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ, ഭാഗവതം മാത്രം മതിയല്ലോ, എല്ലാം അതിലുണ്ടല്ലോ. എങ്കിലും കുറച്ചിരിക്കട്ടെ എന്ന് ഭഗവാൻ കരുതും. ഇതുപോലെയാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ സുഖങ്ങളും. നമ്മൾ അറിയാതെ കിടക്കുന്ന ഓരോ കാര്യങ്ങൾ ഭഗവാൻ നേരത്തെ കൂട്ടി അറിഞ്ഞിട്ട് അത് നമുക്ക് ഒപ്പിച്ച് വയ്ക്കും. നമ്മൾ പോലും അറിയത്തില്ല. ഭഗവാൻ ഇത് കുറച്ചുകൂടെ അവർക്ക് ഇരിക്കട്ടെ, എൻ്റെ ഭക്തിയല്ലേ, കുറച്ചുകൂടി ഇരിക്കട്ടെ. അങ്ങനെ നമ്മളെ മുൻവശം എല്ലാം വന്ന് അറിയും, നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് നമ്മൾ അറിയാം ഇങ്ങനെയൊക്കെ ഉണ്ടോ ഓരോ കാര്യങ്ങൾ. ഇതെല്ലാം ഇങ്ങനെ തന്നെ ഭഗവാന്റെ കളി ലീല ആർക്കാ അറിയാവുന്ന? ഭഗവാന്റെ പ്രസാദം മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് കിഷ്കിന്ധകാണ്ഡം വായിക്കാം. ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ഹനുമൽ സംഗമമാണ്. കാരണം ഇപ്പം ശ്രീരാമനും ലക്ഷ്മണനും കൂടെ ശബരിക്ക് മോക്ഷമൊക്കെ കൊടുത്തിട്ട് അവർ ആ ശബരി പറഞ്ഞതനുസരിച്ച് അവരവിടെ നിന്ന് മുമ്പോട്ട് നടക്കുമ്പോൾ എന്താ ഇനി ഹനുമാനെ കണ്ടുമുട്ടുന്നതൊക്കെയാണ്, സുഗ്രീവനെയൊക്കെ. അത് നമുക്കൊരു വായിക്കാനുള്ളത്. ശാരിക പൈതലേ ചാരുശീലേ വരികാരോ മലേ കഥാശേഷവും ചൊല്ലു നീ. ബാക്കി കഥകളോട് പറയൂ.
ചൊല്ലുവനെങ്കിൽ അനങ്ക ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. എന്താണ്? കാമവൈരി, ഭഗവാന്റെ ശത്രുവാണ് ശ്രീ പരമേശ്വരൻ്റെ കാമദേവൻ. ഭഗവാന്റെ തപസ്സുകൾ എന്താണ് ചെയ്ത് ഇങ്ങനെ എന്തോ ഈ കാമം ഭഗവാന് വരാനെങ്ങാണ്ട് എന്തോ ചെയ്തു. അപ്പോൾ ഭഗവാന്റെ തപസ്സുകൾ അതാ ശത്രുത്വമായത്. അങ്ങനെ ഭഗവാനെ തൃക്കണ്ണുകൊണ്ട് നോക്കി അതിനെ ഭസ്മമാക്കി കളഞ്ഞത്. അതുകൊണ്ട് ഒരു ശത്രുക്കാണ് അങ്കന അരി ശത്രു. ആ ശങ്കരൻ ഭഗവാൻ ശിവൻ വല്ലഭയോട് ശ്രീ പാർവതിക്ക് കൊടുത്ത ഉപദേശങ്ങൾ ഈ പ്രകാരങ്ങളാണ്. ഇത് പറഞ്ഞൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെയാണ് ഉപദേശങ്ങൾ രുദ്രാണിക്ക്, അത് പാർവതി ദേവിക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെയാണ്. ഈ പ്രകാരങ്ങളാണ്. എന്നിട്ട് കല്യാണശീലൻ ദശരഥസൂന്, അതായത് ശ്രീരാമൻ, കൗസല്യാതനയൻ അവരജൻ തന്നോടും, അതായത് കല്യാണശീലൻ മംഗളശീലനായിരിക്കുന്ന ഈ ശ്രീരാം ഭഗവാനും, അതായത് ദശരഥ മഹാവിൻ്റെ സൂന് മകനും കൗസല്യയുടെ മകനുമായ അവരജനും കൂടെ. അപ്പോൾ ഈ ഭഗവാൻ ശ്രീരാമനും പിന്നെ അവരജൻ ആരാണ്? ലക്ഷ്മണൻ. ഇവരും രണ്ടും കൂടെ പമ്പാ നദിയുടെ തടം ലോകമനോഹരം. അവരവിടെ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ പമ്പാ നദിയുടെ ആ തടത്തിൽ ലോകത്ത് മനോഹരമായിരിക്കുന്ന ആ സ്ഥലത്ത് സംപ്രാപ്യ വിസ്മയം പൂണ്ട് അരുളിയിടിനാൻ. അത്ര സന്തോഷകരമായ ആ സ്ഥലം നന്നായി ആസ്വദിച്ചു. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണ്ണ സ്ഥലം. അവിടെ എല്ലാ ജന്തുക്കളും പൂർണ്ണമായിട്ട് എല്ലാ ജന്തുക്കളും ഉള്ള സ്ഥലം. എന്നാൽ ഒരു ദുഃഖം ഉണ്ടാകുന്ന സ്ഥലവുമല്ല. നല്ല ഒരു ക്രോശ മാത്രം, ഒരു വെളിപ്പാട് മാത്രം വിസ്താരമേ ഉള്ളൂ. അവിടെ നിന്ന് വിളിച്ചാൽ അപ്പുറം കേൾക്കുന്ന ഒരു വിസ്താരമേ ഉള്ളൂ. നല്ല വിശദാമൃതമാണ്. അവിടെ ദുഃഖങ്ങളില്ല, ക്ലേശങ്ങളെല്ലാം നശിപ്പിക്കുന്ന, വിനാശനം ചെയ്യുന്ന, എന്നാൽ ജന്തുപൂർണ്ണ സ്ഥലം. എല്ലാ ജന്തുക്കളും പൂർണ്ണമായിട്ട് എല്ലാ ജന്തുക്കളുണ്ട്. ഉൽഫുല്ല പത്മകലഹാര കൽഹാര കുമുദ നീലോൽപല മണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുട കോയട്ടി സർപ്പസിംഹ വ്യാഘ്രസൂകര സേവിതം. ഇവരെല്ലാം സേവിക്കണം. എന്താണ്? ഉൽഫുല്ല പത്മകൽഹാര കുമുദം, നല്ല നല്ല പുഷ്പങ്ങൾ, പത്മങ്ങൾ, കലഹാരം, എന്തൊക്കെ നല്ല നല്ല ദേവന്മാരുടെ അവിടെ ഉള്ള കണക്കുള്ള നല്ല പാരിജാതം പോലെ കൽഹാരം, ഇങ്ങനെയുള്ള കുമുദ പുഷ്പങ്ങളും, ഉൽപ്പല മണ്ഡിതം, ഹംസം അരയന്നം, ഹംസകാരണ്ഡവ ഷഡ്പദ കോകിലങ്ങൾ, കുക്കുടങ്ങൾ എന്നുവെച്ചാൽ കുളക്കോഴികൾ, കുക്കുട കോയ അഷ്ടി സർപ്പം സിംഹം വ്യാഘ്രം സൂകര സേവിതം. പന്നിയാന്ന് തോന്നുന്നു. എന്തുമായാലും കുറച്ച് നല്ല നല്ല മൃഗങ്ങളാണ്. എല്ലാവരും നല്ല രീതിയിലുള്ള മൃഗങ്ങളാണ്. എല്ലാം തങ്ങളെ സേവിക്കുന്ന, ആർക്കും ഒരു ശല്യം, അങ്ങോട്ട് ഉപദ്രവങ്ങളില്ല, ഒരു ക്ലേശമില്ല. എല്ലാവരും തങ്ങളെ സ്നേഹിക്കുന്ന മൃഗങ്ങളാണ്. സിംഹം മറ്റുള്ളവരെ പിടിച്ച് വിഴുക അങ്ങനെയുള്ള തല്ലിപ്പെടുത്തനങ്ങളൊന്നും ഇല്ല. അതാണ് ഇതെല്ലാം സേവിതം. പുഷ്പലതാ പരിവേഷിത പാദപ സൽഫല സേവിതം. അതായത് പുഷ്പങ്ങളും ലതകളും അത് വള്ളികളും പരിവേഷിതം എല്ലാം കൊണ്ട് നിറഞ്ഞ് പാദപ സൽഫല സേവിതം. ഇതെല്ലാം സൽഫലങ്ങൾ എല്ലാവർക്കും ഉതകും. അവിടെ എല്ലാം ഉണ്ട്. പുഷ്പങ്ങളും ഫലങ്ങളും അത് പഴങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ട് സന്തുഷ്ട ജന്തകം, ഇങ്ങനെയുള്ള എല്ലാ സന്തുഷ്ടമായ നല്ല നല്ല ജന്തുക്കൾ, ജന്തുകം ഇതെല്ലാം കണ്ട് കൗതൂഹലം പൂണ്ട്, ഇതെല്ലാം ശ്രീരാമനും ലക്ഷ്മണനും കൂടെ അതെല്ലാം കണ്ട് സന്തോഷമായി, കൗതൂഹലമായി. കാരണം ഇതെല്ലാം അവർക്കൊന്നും അവിടെ ഇങ്ങനെ മൃഗങ്ങൾ തങ്ങളിൽ വല്ല വഴക്കോ ചണ്ടയോ ഒന്നുമില്ല. എല്ലാം കൊണ്ട് തങ്ങളെ സേവിച്ച് സന്തോഷപൂർവ്വമായിട്ട് എല്ലാം ഒന്നിച്ച് കഴിയുന്നു. സന്തുഷ്ടകമാണ് ഈ ജന്തുക്കളായിട്ടെല്ലാം. എന്നിട്ട് അതൊക്കെ കണ്ട് ഭഗവാനും ലക്ഷ്മണനും കൗതൂഹലം പൂണ്ട് തണ്ണീർ കുടിച്ച് ഇണ്ടലും തീർത്ത് മന്ദം നടന്നിടിനാർ. ആ സരസിലിറങ്ങി, നദിയിലിറങ്ങി വെള്ളം കുടിച്ച് വിഷമമൊക്കെ തീർത്ത് പതുക്കെ നടക്കുന്നു. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും. ഈ ഭൂതലേ ഈ ഭൂമിയിൽ ഭൂലോകപാല ഈ ഭൂലോകങ്ങളും പാലിക്കുന്ന ഈ ബാലന്മാർ ഇരുവരും ഇങ്ങനെ കാലേ വസന്തേ സുശീതളേ, ഇങ്ങനെ അവർ മന്ദമന്ദം ഇങ്ങനെയുള്ള ഈ നല്ല ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ അവർ പതുക്കെ നടക്കുക. ഈ ഭൂലോക പാലന്മാരാണ് ഇവർ, ലോകം പാലിക്കുന്ന ഭഗവാൻ ശ്രീരാമൻ. അപ്പോൾ ഈ ബാലന്മാർ ഈ അനുജനും ജ്യേഷ്ഠനോട് ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് എവിടെ ചെന്നു? ഋഷ്യമൂകാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ട് വിപ്രല ആപത്തോടും. അതായത് ഋഷ്യമൂകാദ്രി അവിടെ നിന്ന് നടന്നു കൊടുക്കുമ്പോൾ ആദ്രി പർവ്വതത്തിൻ്റെ അവിടെ പാർശ്വസ്ഥലത്ത് അതിൻ്റെ ചെവരത്ത്
ഒരു വശത്ത് സന്തത, എപ്പോഴും അവിടെ എന്തോ നിശ്വാസം ഉൾക്കൊണ്ട് വിഭ്രാല ആപത്തോടും ഇവരിങ്ങനെ ദുഃഖമുണ്ട്. എന്താ? സീതാവിരഹം. അവർ സീതയെ തേടിയാണല്ലോ ഇവിടെ. അതിൻ്റെ കാരണങ്ങൾ എന്തെങ്കിലും പിടി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ ശബരി പറഞ്ഞില്ലേ മുമ്പോട്ട് ചെല്ലുമ്പോൾ പമ്പാ നദി കാണും, അവിടെ എല്ലാ കാര്യങ്ങളും വിവരണ കിട്ടും, അറിയും സീത എവിടെയാണെന്ന് എന്താണെന്നല്ല അവിടെ എന്ത് കാര്യവും അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാം മനസ്സിലാകും. അതനുസരിച്ച് ഇവർ ദുഃഖം പൂണ്ട് ഇങ്ങനെ സീതയുടെ വിരഹമൊക്കെ സീത കാണാഞ്ഞ ദുഃഖത്തിൽ പൊറാഞ്ഞ് കഷ്ടപ്പെട്ട് ഇങ്ങനെ അതിൻ്റെ വിഷമം കൊണ്ട് കരകയും ചൂതായുധാർത്ഥ്യം മുഴുത്ത് പറകയും എന്ന് വെച്ചാൽ വിഷമവും കാമമോഹവും ഇതൊക്കെ ഓർത്ത് എല്ലാം കൊണ്ട് ഇങ്ങനെ വിഷമിച്ച് പറഞ്ഞും കരഞ്ഞും ആദി കലർന്നു നടന്നടുക്കം വിധം അങ്ങനെ ആദിയിൽ ഇങ്ങനെ വിഷമിച്ച് നടന്നിങ്ങനെ അടുത്തപ്പോൾ എന്ത് കാണുന്നു? ആദി മുഴുത്ത് പറകയും ആദി കലർന്ന് നടന്നടുക്കും വിധവും. ഇത് ആദി ആയിക്കൊണ്ടിങ്ങനെ അവർ നടന്നിങ്ങനെ അടുത്തടുത്ത് ചെന്ന് എങ്ങോട്ട് പോയി? അവിടെ ആരാ നിൽക്കുന്നേ? ഭേദനായി വന്നു ഭയന്ന് നിൽക്കുന്നു. ആരാ? ദിനകരപുത്രൻ. ഈ രണ്ടുപേരിങ്ങനെ വിഷമിച്ചും കരഞ്ഞും പറഞ്ഞും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ദിനകരപുത്രൻ വെച്ചാൽ ദിനകരൻ ആദിത്യ പുത്രൻ ആരാ? സുഗ്രീവൻ. അപ്പോൾ അദ്ദേഹം ഇവരെ കണ്ടപ്പോൾ ഭയന്ന് നിൽക്കുക. കാരണം അദ്ദേഹം ഭയന്നാണ് അവിടെ ഒളിച്ച് കഴിയുക. ബാലിയെ സഹോദരൻ ആ ജ്യേഷ്ഠനെ ഭയന്ന്, ജ്യേഷ്ഠൻ കണ്ടാൽ ഇവനെ വധിക്കും. അത് പേടിച്ചിട്ട് ഈ ഋഷ്യമുഖാചരത്തിൻ്റെ മുകൾ പരപ്പിൽ ഇങ്ങനെ ഭയന്ന് വിറച്ച് ഒറ്റയ്ക്ക് അവിടെ കഴിയുമ്പോൾ അവിടെ ഇദ്ദേഹം ജ്യേഷ്ഠൻ വരത്തില്ല. അതുകൊണ്ട് അവിടെ നിൽക്കുക. പക്ഷേ ഈ ജ്യേഷ്ഠൻ ആരെയും കൊല്ലാനങ്ങാൻ ഈ സുഗ്രീവനെ വധിക്കാൻ ഇവരെയാണ് പറഞ്ഞു വിട്ടതാണോ എന്ന് കരുതിയാണ് ഭയന്ന് നിൽക്കുന്നത്. ആരാ? സുഗ്രീവൻ. അപ്പോൾ ഭീതനായി വന്നു ദിനകരപുത്രനും. ഭയന്ന് ഇവരെ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും എന്താ ഏതെന്ന് അറിയാൻ വയ്യ. അപ്പം ഇവരെ കണ്ടപ്പോഴേ ഭയന്നിട്ട് സുഗ്രീവനാണ് ദിനകരപുത്രൻ. ദിനകരൻ വെച്ചാൽ ആദിത്യപുത്രൻ. ഈ സുഗ്രീവൻ ഭയന്ന് സത്വരം മന്ത്രികളോടും കുതിച്ചു പാൻ ഉത്തങ്കമായ ശൈലാഗ്രമേറിടിനാൻ. ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് ഇദ്ദേഹം പാഞ്ഞ് ഉത്തുംഗത്തിൽ, അതായത് ഈ പർവ്വതത്തിൻ്റെ ഉച്ചാന്തലയിൽ ചെന്ന് അവിടെ ആരുണ്ട്? മന്ത്രിമാരവിടെ ഉണ്ട്. അപ്പോൾ സത്വരം മന്ത്രികളോട് കുതിച്ച് പാഞ്ഞ് അങ്ങ് ഉച്ചാന്തലയിൽ ഈ പർവ്വതത്തിൻ്റെ അറ്റത്ത് ചെന്നിട്ട് ശൈലം അഗ്രം അറ്റം പർവ്വതത്തിൻ്റെ അഗ്രത്ത് ചെന്നിട്ട് മാരുതിയോട് ഭയേന ചൊല്ലിടിനാൻ. എന്താ പറയുന്നേ? ആരീ വരുന്നത് ഇരുവർ സന്നദ്ധരായി. അവിടെ മന്ത്രിമാരും ഹനുമാനൊക്കെ അവിടെ ഉണ്ട്. ഈ സുഗ്രീവൻ്റെ മന്ത്രിമാരും ഈ സുഗ്രീവനെ സഹായിക്കാനും രക്ഷിക്കാനായിട്ട് അവർ സഹായികളായിട്ട് ഈ 4 മന്ത്രിമാരും ഹനുമാനൊക്കെ അവിടെയാണ് ഉള്ളത്. ഇദ്ദേഹമാണ് താഴ്വരയിൽ ഇങ്ങനെ പാർശ്വത്തിൽ ഇവർ രണ്ടും നടന്നു വരുന്നത് കണ്ട് എന്തോ ദുഃഖം പൂണ്ട് എന്തൊക്കെ പറഞ്ഞും കരഞ്ഞും ഒക്കെ വരുന്ന സീതയെ കാണാഞ്ഞ ദുഃഖത്തിലാണ് അവരെന്തൊക്കെയോ പറഞ്ഞു വരുന്നു. ഇത് കണ്ടപ്പോൾ സുഗ്രീവൻ ഭയന്നു പോയി. എന്താ കാരണം? ഈ ബാലി എന്ന് പറഞ്ഞാൽ സുഗ്രീവ ജ്യേഷ്ഠൻ ഇദ്ദേഹത്തിനെ വധിക്കാനാണ് വല്ലവരെയും പറഞ്ഞു വിട്ടതാണോ എന്നൊരു സംശയം. അതുകൊണ്ട് ഇദ്ദേഹം പാഞ്ഞു പിടിച്ച് ഉച്ചാന്തലേ പർവ്വതത്തിൻ്റെ അറ്റത്ത് ചെന്ന് ഈ ഹനുമാനോട്, മാരുതിപുത്രൻ ഹനുമാനോട് മാരുതിയോട് ഭയേന ചൊല്ലിടന. എന്താ? ആര് ഈ വരുന്നത് രണ്ടുപേരും ഇവിടെ ആരാ ഈ സന്നദ്ധരായി വരുന്നു നോക്കൂ എന്ന് ഹനുമാനോട് ഈ സുഗ്രീവൻ പറഞ്ഞു. നേരെ ധരിച്ചു വരിക നീ വേഗേന. നീ ഇതിൻ്റെ നേരെ എന്താന്ന് മനസ്സിലാക്കിയിട്ട് വരണം. അത് ഹനുമാനോട് ഇത് പറഞ്ഞു. നീ ഇതാരാ ഇല്ല വരുന്നത് നോക്കൂ, എനിക്ക് ഭയം തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യ് ഹനുമാനെ, ഇതെല്ലാം നേരെ ഇത് മനസ്സിലാക്കിയിട്ട് നീ വരണം. നീ ചെന്ന് എന്തെന്ന് അറിഞ്ഞിട്ട് വാ. നേരെ ഇതെന്താണ്, ഇവരാരാണ്, എന്താണ്, എന്തിനായിട്ടാണ് ഇവിടെയൊക്കെ വരുന്നതെന്ന് നേരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരക്കിയിട്ട് നീ വരൂ. നേരെ ധരിച്ചു വരിക നീ വേഗേന. ധീരന്മാരെത്രയും എന്ന് തോന്നും കണ്ടാൽ. അവരെ കണ്ടാൽ ധീരന്മാരാണെന്ന് കണ്ടാൽ തോന്നും. അതാണ് ഇത്രയും ഭയം ഉണ്ടാകും. അവരെന്ന് കണ്ടിട്ട് നല്ല ധൈര്യശാലികളാണെന്ന് ഇവരെ കണ്ടാൽ തോന്നും. അതുകൊണ്ട് അഗ്രജൻ ചൊല്ലുകയാൽ എന്നെ ബലാൽ ഇന്ന് നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ. അതുകൊണ്ട് ഇത്രയും കണ്ടാൽ ധീരന്മാരാണെന്ന് തോന്നും. അതുകൊണ്ട് അഗ്രജൻ, അത് ജ്യേഷ്ഠൻ ബാലി പറഞ്ഞതനുസരിച്ച് ഇവർ എന്നെ ബലാൽ വന്ന് വധിക്കാൻ വരുന്നവരാണോ എന്ന് നീ ചെന്ന് അവിടെ പോയി പതുക്കെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇംഗിതം അവരെന്താണ് അവിടെ ഉള്ളത്തിലെന്ന് മനസ്സിലാക്കിയിട്ട് നീ വരണം. വിക്രമമുള്ളവർ എത്രയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണുക നീ. എന്നവർ വിക്രമമുള്ളവർ എത്രയും എന്നാലോ ഇവർ കണ്ട ധൈര്യശാലികളാണ്, ഇവരെ കണ്ട വിക്രമമുള്ളവരാണ്. കാരണം അമ്പും വില്ലൊക്കെ കയ്യിലുണ്ട്. അവരെ കണ്ട വിക്രമമുള്ളവർ എത്രയും, എന്നാലോ തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണുക നീ. അവരുടെ തേജസ് കണ്ടാലോ ദിക്കുകളൊക്കെ വിളങ്ങുന്നു. അപ്പോൾ ഈ ദിക്കുകളൊക്കെ വിളങ്ങണമെങ്കിൽ അവർക്ക് അത്രത്തോളം മഹാത്മ്യമുള്ളവരാണെന്ന് അങ്ങനെ തോന്നുന്നു. അത് കാണൂ നീ. ഇവരെ കണ്ടിട്ട് അങ്ങനെ ഇവിടെ എല്ലാം പ്രകാശിക്കുന്ന. കാരണം പരമാത്മാവിൻ്റെ പ്രകാശം അവിടെ എവിടെ നിന്നാലും ദിക്കുകളെല്ലാം പ്രകാശിക്കും. അതുകൊണ്ട് ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണുക നീ. ആരോട് പറയുന്നത്? സുഗ്രീവൻ ഹനുമാനോട് പറയുന്നു. താപസ വേഷം ധരിച്ചിരിക്കുന്നിതു ചാപ ബാണാസ ശസ്ത്രങ്ങളും ഉണ്ടല്ലോ. അവർ മുനിവേഷമാണ് ധരിച്ചിരിക്കുന്നത്. അതായത്
എന്താ പറയുക, മരവുരി അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ. തലമുടിയൊക്കെ കെട്ടി മഹർഷിമാരണക്കെല്ലാം നടക്കുന്നത്. അമ്പും വില്ലും ഉണ്ട്. അപ്പോൾ ചാപ ബാണാസി, അതായത് വില്ല്, അമ്പ്, വാള് തുടങ്ങിയ ശസ്ത്രങ്ങൾ അവരിലുണ്ട്. അതുകൊണ്ട് താപസ വേഷം, മുനിവേഷമാണ് താനും. നീ ഒരു വിപ്രവേഷം പൂണ്ട് അവരോട് വായുസുത ചെന്ന് ചോദിച്ചറിയണം. വായുസുത അത് മാരുതിയുടെ പുത്രനാണ്. വായു പിന്നെ കാറ്റ്, അതായത് വായു സുതന വെച്ചാൽ മാരുതി പുത്ര, മാരുതി കാറ്റ്, കാറ്റിൻ്റെ മകനെ, അത് കാറ്റ് വായുപുത്ര, നീ ചെന്ന് ചോദിച്ചറിയണം അവരോട് ചെന്ന്. നീ ഈ വേഷത്തിൽ, നീ ഹനുമാന്റെ വേഷം തന്നെ വേണ്ട, നീ ഒരു വിപ്രവേഷം, കാരണം അവർ മുനിമാരാണല്ലോ, അതുകൊണ്ട് അവർ വിപ്രന്മാർ, അതുകൊണ്ട് നീ ഒരു വിപ്രവേഷം ധരിച്ച്, അവർക്ക് ഹനുമാൻ ഏത് രൂപം എടുക്കാം, അതുകൊണ്ട് വിപ്രവേഷം ധരിച്ച് പൂണ്ട് നീ ചെന്ന് അവരോട് ചോദിച്ചറിയണം. വായുപുത്ര, ഭക്ത നേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തം അറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ട് അറിയിച്ചിടുക നമ്മുടെ. അപ്പോൾ എന്താ, അവരുടെ ശ്രീരാമൻ്റെയൊക്കെ മുഖഭാവങ്ങളും അവരുടെ വർത്തമാനങ്ങളും അവരുടെ രീതി ഭാവങ്ങളൊക്കെ നീ മനസ്സിലാക്കുമ്പം നിനക്ക് പെട്ടെന്ന് പിടികിട്ടും. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണെന്നറിയാം. സംസാരം കേൾക്കുമ്പോഴും അവരുടെ ഭാവം കാണുമ്പോൾ ഒരു കൊലയാളിയായിട്ട് വന്നാൽ അവരുടെ ഉള്ളത്തിൽ അത് കാണും, ഒരു വധിക്കാനുള്ളൊരു ഭാവം കാണും. അപ്പോൾ അവരുടെ വർത്തമാനവും അങ്ങനെയുള്ളതായിരിക്കും. അതുകൊണ്ട് നീ അവരുടെ മുഖഭാവങ്ങളും അവരുടെ സംസാരങ്ങളും എല്ലാം നീ മനസ്സിലാക്കിയിട്ട് ചിത്തം അവരുടെ ഉള്ളത്തിലിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് വിരവിൽ നീ പെട്ടെന്ന് ഹസ്തങ്ങൾ കൊണ്ട് എന്നെ അറിയിക്കണം. ഈ പർവ്വതത്തിന് മുകളിൽ വരാൻ എളുപ്പമാണ്. അവിടെ നിന്ന് കൈകൊണ്ട് ഒരു ചിഹ്നം, ഒരു കുഴപ്പമില്ലെന്ന് എന്തെങ്കിലും ഇങ്ങനെ കാണിക്കണം. കൈകൊണ്ട് കാണിക്കുമ്പോൾ മനസ്സിലാവും. അല്ല, കൈകൊണ്ട് കാണിക്കുമ്പം എന്തുണ്ടെങ്കിൽ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയോളൂ. അതാണ് ഹസ്തങ്ങൾ കൊണ്ട് അറിയിച്ചുകൂടാ നമ്മുടെ. കാരണം ചിത്തത്തിൽ അവരെന്തിനാ എന്നെ ദ്രോഹിക്കാനാണ് വരുന്നതെങ്കിൽ നീ കൈകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ കാണിക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കും അവരെന്നെ വധിക്കാനാണ് വന്നേക്കുന്നതെന്ന്. അതല്ല, അപ്പോൾ ഹസ്തങ്ങൾ കൊണ്ട് അറിയിച്ചിടൂ. നമ്മുടെ ശത്രുക്കളെങ്കിൽ അത് അല്ലെങ്കിലോ, നമ്മൾ ശത്രുക്കളാണെന്ന് കാണാൻ നീ ഉടനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കണം. അപ്പോൾ സുഗ്രീവൻ മനസ്സിലായിക്കൊള്ളും അവനെ വധിക്കാൻ വന്ന ശത്രുക്കളാണെന്ന്. അതല്ല, ശത്രുക്കളല്ലതെങ്കിൽ നിങ്ങളുടെ വക്രപ്രസാദ മന്ദസ്മേര സഞ്ചയ മിത്രമെന്നുള്ളത് എന്നോട് ചൊല്ലണം. അതായത് നിന്റെ മുഖപ്രസാദം, അതായത് ഇപ്പം സന്തോഷകരമായ ഒരു ഈ ശ്രീരാമനെ ലക്ഷ്മണൻ്റെയും ഭാവപ്പെടുത്തി സംസാരം കേട്ടാൽ ഒരു കുഴപ്പമില്ല. ശത്രുക്കളെ അല്ലെന്നുണ്ടാൽ ഈ ഹനുമാൻ്റെ മുഖവും ആ പ്രസാദം കാണിച്ചാൽ മതിയല്ല. അവരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചറിയുമ്പോൾ ശ്രീരാമനും ഹനുമാൻ്റെ തങ്ങളെ മുഖത്തോട് സംസാരിക്കുമ്പം ഈ മുഖപ്രസാദം കാണുമ്പോൾ ഹനുമാൻ്റെ മുഖം സന്തോഷമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതേസമയം അയ്യോ എന്നൊരു ഭയപ്പാട്, ഇവർ ഇത്രയും ഇതാണോ എന്നൊരു മുഖഭാവം ഭയത്തോടെയാണെങ്കിൽ കൈ കാണിക്കുമ്പോൾ ഉടനെ മനസ്സിലായി ശത്രുക്കളാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വിട്ടു സുഗ്രീവൻ. ഇത് ശത്രുക്കളാണെങ്കിൽ നീ എന്തെങ്കിലും കൈകൊണ്ട് കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതിൽ ശത്രുക്കളല്ല എന്ന് കണ്ടാൽ, എന്നെ വധിക്കാനെന്ന് വന്നവരല്ലെന്ന് കണ്ടാൽ, നിന്റെ മുഖത്തിലെ മന്ദഹാസം കാണുമ്പോൾ നിന്റെ മുഖത്തിലെ പ്രസാദ മന്ദസ്മേര സഞ്ചയ മിത്രമെന്നുള്ള, അപ്പം ഇത് നമ്മുടെ മിത്രങ്ങളാണ്, ദ്രോഹിക്കാൻ വന്നവരല്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. അല്ലാതെ ഈ പർവ്വതം മൊത്തം താണ്ടിയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് സമയം പോകത്തില്ലയോ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. മിത്രമെന്നുള്ളത് എന്നോട് ചൊല്ലണം. അതത്രയും ഇങ്ങനെ ആക്ഷൻ കാണിച്ച് പറയണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷം ആലംബ്യ സാദരം. അങ്ങനെ സുഗ്രീവൻ പറഞ്ഞതനുസരിച്ച് ഹനുമാൻ ബ്രഹ്മചാരിയുടെ വേഷം എടുത്ത്, ബ്രാഹ്മണ വേഷം എടുത്ത്. കർമ്മസാക്ഷി സുതൻ, ആരാ കർമ്മസാക്ഷി? നമ്മളെല്ലാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ സാക്ഷിയിൽ നിൽക്കുന്ന ആരാന്നറിയാമോ? ഇന്നാളൊക്കെ പറഞ്ഞതാ സൂര്യഭഗവാൻ. ഭഗവാനെ ഒളിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഈ വായിക്കുന്നതായാലും നമ്മൾ എന്ത് കർമ്മം ചെയ്താൽ അതെല്ലാം സാക്ഷിയായി നിന്ന് കാണുന്ന ഭഗവാൻ ആദിത്യ ഭഗവാൻ. അതുകൊണ്ട് കർമ്മസാക്ഷി എന്ന് വിളിക്കുന്ന സൂര്യഭഗവാനെ. അദ്ദേഹത്തിൻ്റെ സുതനാരാ? സുഗ്രീവൻ. ആദിത്യപുത്രനെ ആണ് കർമ്മസാക്ഷി സുതൻ മകൻ. അപ്പോൾ സൂര്യൻ്റെ പുത്രൻ, അതാണ് കർമ്മസാക്ഷി സുതൻ. അപ്പോൾ സുഗ്രീവൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ബ്രഹ്മചാരി വേഷം ആലംബ്യ സാദരം, പെട്ടെന്ന് തന്നെ ഹനുമാൻ ബ്രഹ്മചാരിയുടെ ബ്രാഹ്മണ വേഷം എടുത്ത് അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടാൻ അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം ശ്രീരാമഭഗവാന്റെ പാദത്തിൽ വീണ് ചെന്ന് പെട്ടെന്ന് തന്നെ അഞ്ജനാപുത്രൻ വായുപുത്രൻ പെട്ടെന്ന് തന്നെ ചെന്ന് ഭഗവാനെ കാൽകൾ നമസ്കരിച്ചു. അങ്ങനെ പെട്ടെന്ന് ശ്രീരാമന്റെ അടുക്കൽ ആരോ ആയിക്കോട്ടെ, പിന്നല്ലേ ചെന്നപ്പോഴേ ചെന്ന് നമസ്കരിച്ചു. കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതയായി, അങ്ങനെ ഇവരെ ചെന്ന് തൊഴുത് വിനീതരായിട്ട് നിൽക്കുന്നു ഈ ഹനുമാൻ. അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ട് ഇങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറിയാൽ ആഗ്രഹമുണ്ട്, അത് നേരെ പറയണം എന്നോട് സാദരം. ഈ അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ട് ഇങ്ങനെ ഇത്ര നല്ല കാന്തി ശോഭയോടുകൂടി ഇരിക്കുന്ന നിങ്ങൾ ഇരുവരും ആരാണ്?
ഇവർ രണ്ടുപേരെയും ഹനുമാൻ നമസ്കരിച്ചിട്ട് ചോദിക്കുന്നു, ഇത്രയും തേജസ്സോട് കാന്തിയോട്ടിരിക്കുന്ന നിങ്ങൾ ഇരുവരും ചെന്ന് അടുത്ത് കണ്ടപ്പോൾ അത്ര മുഖപ്രസാദവും ഈ ശ്രീരാമനല്ലേ, ഭഗവാനല്ലേ? അപ്പോൾ അങ്കദൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ട് ഇങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും അറിയാൻ ആഗ്രഹമുണ്ട്. അത് നേരെ പറയണം എന്നോട്, സാദര എന്നോട് നേരെ പറയൂ. ഹനുമാൻ തൊഴുത് വിനീതനായിട്ട് നിന്ന് ചോദിക്കും, നിങ്ങൾ ആരാണ്? നിങ്ങളെ കണ്ടിട്ട് അത്ര തേജസ്സോട് നിൽക്കുന്ന നിങ്ങൾ ആരാ ഇരുവരും? ദിക്കുകൾ ആത്മഭാസയി ശോഭിപ്പിക്കും അർക്ക നിശാകരന്മാരെന്ന് തോന്നുന്നു. എന്നിട്ട് പറയുന്നു, ദിക്കുകൾ ആത്മഭാസൈവ, അതായത് സ്വന്തം തേജസ്സിനാൽ തന്നെ ശ്രീരാമന് എങ്ങൊന്നും കിട്ടുന്നില്ല. ശ്രീരാമ ഭഗവാന്റെ ഉള്ളത്തിൽ നിന്ന് വരുന്ന ആ തേജസ്, അതുപോലെ ലക്ഷ്മണനെ കണ്ടാൽ നിന്ന് അർക്ക നിശാകരന്മാരെന്ന് തോന്നും. നിങ്ങളെ കണ്ടിട്ട് ആദിത്യനും ചന്ദ്രനുമാണെന്ന് തോന്നുന്നു. നിങ്ങൾ തന്നെ ഉള്ള ഈ തേജസ്സാണ്. ഒരു സൂര്യന് എവിടെ നിന്നും കിട്ടുന്നതാണ്. സൂര്യന് തേജസ് സൂര്യനുള്ളതല്ലേ? ആ സൂര്യനാണ് നമുക്കൊക്കെ പങ്കിട്ട് തരുന്നത്. ഈ ലോകം മൊത്തവും പ്രകാശിച്ച് ആ സൂര്യഭഗവാന്റെ തേജസ് നമ്മളെല്ലാം ഉൾക്കൊള്ളുന്നത്, അതുപോലെ ഭഗവാന്റെ. അപ്പം ഇവിടെ ഈ ശ്രീരാമനെ സ്വന്തം തേജസ്സിനാൽ ഈ ദിക്കുകളെല്ലാം ശോഭിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് സൂര്യനും ചന്ദ്രനുമാണ്. ഇപ്പം ഭഗവാൻ പരമാത്മാവായ ശ്രീരാമൻ സൂര്യനാണെങ്കിൽ ലക്ഷ്മണൻ ചന്ദ്രനാണ്. അർക്ക നിശാകരൻ എന്ന് വെച്ചാൽ നിശയുടെ കരനാരാ? നിശയുടെ ഉടമസ്ഥനാരാ? ചന്ദ്രൻ. രാത്രിയിൽ സൂര്യൻ ചന്ദ്രനല്ലേ? അതുകൊണ്ട് രാത്രിയുടെ ഉടമസ്ഥൻ ചന്ദ്രനും പകലിൻ്റെ സൂര്യൻ. അത് അർക്ക നിശാകരന്മാരെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നു. നിങ്ങൾക്ക് സ്വന്തം തേജസ് കൊണ്ട് ഈ ദിക്കുകളെല്ലാം എന്താ ശോഭിക്കുന്നത് ഹനുമാന് മനസ്സിലായി. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി പാതി സദൈവമേ. നീ ത്രൈലോക്യത്തിനും കർത്തൃഭൂതന്മാർ, ഈ 3 ലോകത്തിനും കർത്തൃത്വം വഹിക്കുന്ന ഭവാന്മാരാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. സദൈവമേ, അതായത് ഹനുമാന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവരെ കണ്ടപ്പോഴല്ലേ സുഗ്രീവനത് മനസ്സിലാകട്ടെ, ഒന്നുകൂടെ ഭക്തനാരാ? ഇവിടെ ഹനുമാനാണ്. അപ്പം ശ്രീരാമനെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും അദ്ദേഹം ഉള്ള മൊത്തം ഭക്തനാണല്ലോ. ഏതായാലും ഭക്തി അദ്ദേഹത്തിലുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ഈ തേജസ്സൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ത്രൈലോക്യം മൊത്തവും രക്ഷിക്കുന്ന കർത്തൃത്വം നടത്തുന്ന ഭഗവാന്മാരെന്ന് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നു. വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വനീ ദേവകളോ മറ്റതെന്നിയേ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. അതുകൊണ്ട് വിശ്വൈക വീരന്മാർ, നിങ്ങൾ ഈ ഈ ത്രൈലോക്യത്തെ ഈ വിശ്വത്തിൻ്റെ എല്ലാം വീരന്മാരായ യുവാക്കളാം അശ്വനീ ദേവകളോ. നിങ്ങൾ ആരാ? നിങ്ങൾ അശ്വനീ ദേവകൾ രണ്ടുപേരും. അതുകൊണ്ട് ഈ വിശ്വം മൊത്തത്തിൽ നടത്തുന്ന ഇത് പാലിക്കുന്ന യുവാക്കളായ നിങ്ങൾ വീരന്മാരാണോ, അശ്വനി ദേവന്മാരാണോ, അതോ മറ്റതെന്നീ അല്ലെങ്കിൽ വിശ്വക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരായ ഈശ്വരന്മാരാണോ നിങ്ങൾ? ഇത് ഏതെങ്കിലും ഇതൊന്നാണെന്ന് ഹനുമാൻ ഇത് രണ്ടും ചോദിക്കും. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അശ്വനി ദേവകളാണോ? ഈ വിശ്വക വീരന്മാരായ യുവാക്കളായ അശ്വനി ദേവന്മാരാണോ? അതോ നിങ്ങൾ വിശ്വക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരായ ഈശ്വരന്മാരാണോ നിങ്ങൾ? നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാ മഹീതലേ വന്ന് രാജന്യപേക്ഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തം ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതോ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെ ഉൾത്താരില്ലെന്ന് തോന്നുന്നു നിരന്തരം. നിങ്ങൾ വിശ്വക കാരണഭൂതന്മാരായ വിശ്വരൂപന്മാർ ഈശ്വരന്മാരാണോ? അല്ലെങ്കിൽ പിന്നെ നൂനം പ്രധാന പുരുഷന്മാരാ മായയാ മാനുഷാകാരണ, അതായത് പ്രധാന പുരുഷന്മാരായിട്ട് നിങ്ങൾ മായ കൊണ്ട് നിങ്ങൾ മനുഷ്യരൂപം എടുത്ത് സഞ്ചരിച്ച് ലീലയാ ഈ ഭൂഭാരം, ഈ ഭൂമിയുടെ എന്തു പറഞ്ഞ ദുരിതങ്ങളും വിഷമങ്ങളെല്ലാം തീർക്കാൻ അവതരിച്ച് ലീലയാ ഈ പുണ്യപുരുഷന്മാരായ നിങ്ങളുടെ ലീല കൊണ്ട് ഈ ലോകത്തെ നന്നാക്കാൻ, ഇവിടുത്തെ ദുഷ്ടത്തരങ്ങളെല്ലാം മാറ്റി നന്മ നിറയ്ക്കാൻ വന്ന്, അതായത് ഈ ഭൂമിയിലെ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചിട്ട് ഭക്തന്മാരെ രക്ഷിക്കാൻ വന്ന, പരിപാലനത്തിന് വന്ന ഭക്താനാം മഹീതലി, ഈ ഭൂമിയിൽ ഇങ്ങനെ വന്ന ഭക്തന്മാരെ രക്ഷിക്കുന്ന രാജന്യവേഷേണ, ഒരു രാജകുമാരന്മാരായ ആ വേഷത്തോടുകൂടി പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാരാണ്. ഇവരെല്ലാം കർത്തും രക്ഷകർത്താവായിട്ടും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയ നിത്യ സ്വതന്ത്രന്മാർ മുക്തി നൽകും. ഇങ്ങനെയുള്ള ഭക്തന്മാരേക്ക് മുക്തി നൽകുന്ന പുണ്യപുരുഷന്മാരായ നരനാരായണന്മാരെ
എന്നുൾത്താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം. ഹനുമാൻ പറയുന്നു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൽ ഇവിടെ ഈ ഭൂമിയിലെ മഹീതത്തിലെ പാപങ്ങളെയെല്ലാം നശിപ്പിച്ച് ഇവിടെ പുണ്യം വർദ്ധിപ്പിക്കാൻ, ധർമ്മം രക്ഷിച്ച് ഭക്തന്മാർക്ക് മുക്തി നൽകാൻ വന്ന നരനാരായണന്മാരാണോ, അതോ ഇവിടെ യുവാക്കളായി വന്ന അതായത് അശ്വിനി ദേവന്മാരാണോ, പിന്നെ അതോ നിങ്ങൾ ഈശന്മാരാണോ, അതോ നിങ്ങൾ രാജന്യ വേഷണപ്പെടുന്ന പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാരാണോ, അതോ ഇവിടെ കർത്തൃത്വം നൽകി ജനങ്ങളെ രക്ഷിക്കാൻ, ഭക്തന്മാരെ രക്ഷിക്കാൻ വന്ന സംഹാര സർഗം, അതായത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരം നടത്താനുള്ള ഭഗവാന്റെ ലീലയായി വന്ന് സ്വതന്ത്രരായി വന്ന ഭക്തന്മാർക്ക് മുക്തി നൽകുന്ന ഭഗവാന്മാരാണോ, ഇത് എന്താണ് എന്ന് ഇതെല്ലാം കൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു. ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെ തോന്നിയത്. ഇത് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ തോന്നുന്നു. ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് ശ്രീരാമൻ ഉടനെ മനസ്സിലാവും. കാരണം സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പരമാത്മാവായ ഈശ്വരനെ, ഭഗവാൻ നാരായണനായാലും അതായത് കൃഷ്ണനായാലും ശ്രീരാമനായാലും യഥാർത്ഥ ഒരു ഭക്തനെ പോലും തിരിച്ചറിയണമെങ്കിൽ അത്ര ഒരു പുണ്യാത്മാവിന് മാത്രമേ പറ്റൂ. ഹനുമാൻ അങ്ങനെയുള്ളൊരു ഹൃദയമുള്ള ആളാണ്. അപ്പോൾ യഥാർത്ഥത്തെ മനസ്സിലാക്കാൻ ഒരു പുണ്യപുരുഷന് മാത്രമേ ഹനുമാനുടെ എന്താ പറയുക, ഇതിൻ്റെ പേര് കുരങ്ങൻ്റെ, അതായത് ഹനുമാൻ അങ്ങനെയുള്ള രൂപമാണെങ്കിലും ഉള്ളം പരിശുദ്ധമായൊരു ഹൃദയമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ രീതിയിലൊക്കെ ഇദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, സൃഷ്ടിയും സ്ഥിതിയും സംഹാരമൊക്കെ ചെയ്യുന്ന പുണ്യപുരുഷൻ നാരായണന്മാരായിട്ട് ഇവിടെ വന്നതാണോ എന്നൊക്കെ എൻ്റെ മനസ്സ് തോന്നുന്നു. ഇത്രയും കേട്ടപ്പോൾ യുദ്ധം പറഞ്ഞ് തൊഴുതു നിൽക്കുകയാണ് ഈ ഹനുമാൻ. അപ്പോൾ ഭക്തനെ ഇത് ഇത്രയും പറയുമ്പോൾ യഥാർത്ഥ ഭക്തനാണ്. അപ്പോൾ ശ്രീരാമൻ ഉടനെ ഇത് നല്ലൊരു ഭക്തനാണ്. എന്താ മനസ്സിലാക്കാൻ കാരണം, ഭഗവാൻ ശ്രീരാമൻ ഭക്തന്മാർക്ക് തിരിച്ചറിയാം. ഭക്തന്മാരാരാണെന്ന് ഭഗവാന്മാർക്ക് അറിയാം. ശ്രീരാമനും കൃഷ്ണനും ഒക്കെ യഥാർത്ഥ ഭക്തനെ അറിയാം. അവരുടെ പെരുമാറ്റവും അവരുടെ മനസ്സിലിരിപ്പെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സാധാരണക്കാർക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ പാദത്തിൽ നമസ്കരിക്കത്തും ഇല്ല. അപ്പോൾ ഏതോ ഒരു മുനി അന്ന് കരുതി അവരുടെ പാട്ടിന് പോകും. ഇതങ്ങനെയാണോ ചെയ്തത്? ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളല്ലേ ഭഗവാനോട് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഭഗവാന് മനസ്സിലായി ഭക്തനാണ്. അങ്ങനെ ഭക്തനെ കണ്ടു പറഞ്ഞു. ഭഗവാൻ എന്താ പറയുന്നത്? പശ്യസഖേ ഹനുമാനേ വടുരൂപണം ലക്ഷ്മണ. അതായത് ബ്രാഹ്മണ രൂപം, മുനിമാരുടെ വേഷമാണല്ലോ. അതുകൊണ്ട് ഈ ലക്ഷ്മണൻ വടുരൂപി. ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം. അതായത് ഇവിടെ ശബ്ദശാസ്ത്രം മുഴുവൻ ഇവൻ പഠിച്ചിട്ടുണ്ട്. ലക്ഷ്മണൻ അങ്ങനെ പഠിച്ച ആളാണ്. ശബ്ദശാസ്ത്രം, ശബ്ദം കൊണ്ട് അറിയും. നമ്മുടെ ശബ്ദം കേട്ടാൽ ഉടനെ അത് ഇപ്പം എൻ്റെ ശബ്ദം കേട്ട ഉടനെ അദ്ദേഹത്തിന് മനസ്സിലാവും ആ ശാസ്ത്രം പഠിച്ച അങ്ങനെ ഇന്ന രീതിയാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം. ഒരു മനുഷ്യൻ്റെ ശ്രുതം കേട്ടാൽ അത് ആ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് മുഴുവൻ. അതുകൊണ്ട് ഇല്ലൊരു അപശബ്ദം എങ്ങുമേ വാക്കിങ്കൽ. അതുകൊണ്ട് എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായത്. ലക്ഷ്മണൻ ശബ്ദശാസ്ത്രം പഠിച്ചുകൊണ്ട് ഹനുമാൻ്റെ ഈ ശബ്ദത്തിൽ ഒരു അപശ്രുതിയും കേട്ടില്ല. ഒരു ഭക്തൻ്റെ വായിൽ നിന്ന് ഒരിക്കലും അപശ്രുതി കേൾക്കുകയില്ല. എപ്പോഴും ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരു ഭക്തൻ അങ്ങനെയാണല്ലോ. എപ്പോഴും ഹൃദയത്തിൽ നിന്ന് വിനയത്തോടുകൂടിയും ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ ശബ്ദവും അലങ്കാരങ്ങളായിരിക്കും ഭഗവാൻ. അത് കേൾക്കുമ്പോഴേ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ലക്ഷ്മണൻ വടരൂപി ശബ്ദശാസ്ത്രം മനനേ ശ്രുതം. അത് കേട്ടോടനെ അദ്ദേഹത്തിന് മനസ്സിലാകും. അതുകൊണ്ട് ഇല്ല ഒരു അപശബ്ദം എങ്ങുമേ വാക്കെങ്കിൽ. ഹനുമാൻ ഇത്രയും പറഞ്ഞത് ഒരു അപശബ്ദവും ഇല്ല. നല്ല വൈയാകരണൻ വടു നിർണയം. അതുകൊണ്ട് ഇതൊക്കെ നല്ല വൈയാകരണൻ വടു നിർണയം. മാനവവീരൻ അപ്പോൾ അരുൾ ചെയ്തു. വാനവശ്രേഷ്ഠൻ നോക്കി ലഘുതരം. ഭഗവാൻ മാനവവീരൻ ശ്രീരാമൻ പറഞ്ഞു വാനരശ്രേഷ്ഠനെ, അത് ഹനുമാനെ നോക്കി ലഘുതരൻ എന്താ പറഞ്ഞത്? രാമനെന്ന് എന്നോട നാമം. അത്രമാത്രം ഇഷ്ടപ്പെട്ടു ഹനുമാൻ്റെ ഈ ഓരോ വാക്കുകളും. എന്താ പറയുക, ഭഗവാനെ കണ്ട് നമസ്കരിക്കുകയും ഭഗവാനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്, എല്ലാം അറിഞ്ഞവനെ പോലെ എന്നെ പറയുന്നത്. നിങ്ങൾ നരനാരായണന്മാരാണെന്ന് തോന്നുന്നു, നിങ്ങൾ ഈ ഭൂമിയിലെ രക്ഷകനാണെന്ന് തോന്നുന്നു. അതായത് ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഭക്തന്മാർക്ക് മുക്തി നൽകുന്ന ഭഗവാൻ പരമാത്മാ നരനാരായണൻ എന്തൊക്കെ പറയുമ്പോൾ പിന്നെ ആർക്കാണ് അറിയാത്തത്? ഹനുമാനെ ഒരു ഭക്തൻ്റെ വായിൽ നിന്ന് എന്താ വീണത്? നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ വീഴുന്നോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഭക്തനെ കണ്ടാൽ നമ്മൾ ഇങ്ങനെയാണോ?
ഭഗവാനെ കാണുന്നതൊക്കെ ഒരു ഭക്തനെ കാണാം. അല്ലാതെ നമുക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഒരു ഭക്തനിൽ കൂടെ ചിലപ്പോൾ കാണാൻ പറ്റും, നല്ലൊരു ഭക്തനിൽ കൂടെ ഭഗവാനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണോ എന്ന് ചെയ്യുന്നത്? നമ്മുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അപശബ്ദങ്ങളാണോ, അതോ നല്ല കേൾക്കുമ്പോൾ ഇമ്പം വരുന്ന ഭഗവാൻ അലിഞ്ഞിറങ്ങണം. ഭഗവാൻ ഇങ്ങനെയുള്ള ശ്രീരാമൻ്റെ ഉള്ളിൽ നിന്ന് നന്നായി ഇത് കേൾക്കുമ്പോഴേ ആ ഭക്തനോട് കൃപ ഒഴുകും. അതാണ് നല്ല ഭക്തന്മാരെ കാണുമ്പം ഇങ്ങനെ നമ്മളൊരു വാക്ക് ആ ഭക്തനിൽ നിന്ന് നമുക്ക് കൃപ കിട്ടും. അതല്ലേ നല്ല ഭക്തന്മാരെ നമ്മൾ അത്രത്തോളം ആദരിക്കണം, ഈശ്വരനെ കണ്ട പ്രതീതിയായിരിക്കണം. ഒരു ഭഗവാനെ കാണുന്നത് പോലെ ആയിരിക്കണം ഒരു ഭക്തനോട് കാണിക്കുന്നത്. എന്താ കാരണം? ആ ഭക്തനിൽ എപ്പോഴും കൃപയുണ്ട്. ഈ കൃപ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഓരോ വാക്കുകളാണ്, നമ്മുടെ നോട്ടവും വാക്കുകളും നമ്മളെ വിനയം കണ്ടുമ്പം ഉടനെ തന്നെ അറിയാതെ തന്നെ ഭക്തനിൽ നിന്ന് കൃപ വരും. ആ ഭക്തനെ അറിയേ വേണ്ട, ഉള്ളിൽ നിന്ന് അറിയാതെ തന്നെ ആലിംഗനം ചെയ്യും, കൃപ വരും. അതാണ് ഒരു ഭക്തൻ. അതുകൊണ്ടാണ് അറിവുള്ള മഹാത്മാക്കൾ പറയുന്നത്, ഭക്തനെ കണ്ടാൽ പരമാത്മാവിനെ കാണുന്നത് പോലെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഭക്തിപൂർവ്വം അവരെ ചെയ്യുന്നത് ഭഗവാനെ ചെയ്യുന്ന തുല്യമാണ്. ഇതൊക്കെ അറിവുള്ള മഹാത്മാക്കൾ പറയുന്നത്. ഇതെല്ലാം നമ്മൾ വായിക്കുന്നു. അങ്ങനെയാണ്. അതുകൊണ്ട് രാമൻ എന്നതിനുള്ള നാമം ഭഗവാൻ പറഞ്ഞു, ദശരഥ ഭൂമിപാലേന്ദ്ര തനയൻ ഇവൻ. അത് ദശരഥനായിരിക്കുന്ന രാജഭൂമി, അത് രാജാവിൻ്റെ തനയൻ മകനാണ് ഞാൻ. മമ, എൻ്റെ പേര് രാമനെന്ന് എന്നുള്ള നാമം. എൻ്റെ നാമം, എൻ്റെ പേര് രാമനാണ്. ഞാൻ ദശരഥ ഭൂമിപാലേന്ദ്രൻ, അത് രാജാവായ ദശരഥ മഹാരാജാവിൻ്റെ തനയൻ ഇവൻ. മമ, അതായത് എൻ്റെ സോദരനാകിയ ലക്ഷ്മണൻ. കേൾക്കുക നീ, ഇവൻ എൻ്റെ സോദരനാണ്. ദശരഥ മഹാരാജൻ്റെ മകൻ തനയനാണ് ഞാൻ. എൻ്റെ പേര് രാമൻ. ഇവൻ എൻ്റെ സോദരൻ ലക്ഷ്മണനാണ്. ജാതമോദം പരമാർത്ഥം മഹാമതേ, ഇത് പരമാർത്ഥമാണ്. ജാനകിയാകിയ സീതയെന്ന് ഉണ്ടര് മാനിനി എന്നോട ഭാമിനി കൂടവേ താത നിയോഗേന കാനന സീമനി. യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ. യാതന്മാരായി എന്ന് വെച്ചാൽ എന്താ? ദശരഥ മഹാരാജാവിൻ്റെ ആജ്ഞപ്രകാരം സീതയോടൊന്നിച്ച് എൻ്റെ ഭാര്യയാകിയ ജാനകി എന്ന പേരായ എൻ്റെ സീത, അവളും അത് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് എൻ്റെ ദശരഥ മഹാരാജ നിയോഗപ്രകാരമാണ് ഞങ്ങളുടെ കാനനത്തിൽ ഇവിടെ തപസ് ചെയ്യാൻ വന്നു. ഇതാണ് ഹനുമാനോട് പറഞ്ഞത്. അങ്ങനെ വന്നതാണ്. ദണ്ഡകാരണ്യെ വസിക്കുന്ന നാൾ അതിഷണ്ഡനായ ഒരു നിശാചരൻ വന്നുടൻ ഞങ്ങൾ ഇങ്ങനെ കാനനത്തിൽ ഇങ്ങനെ വസിക്കുന്ന സമയത്ത് ചണ്ഡനായ ഒരു ദുഷ്ടനായ, അതായത് ഈ രാക്ഷസനായൊരു രാക്ഷസൻ വന്ന് ഉടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടുകയാണ്. ഞങ്ങളിങ്ങനെ വനത്തിൽ താമസിക്കുന്ന സമയത്ത്, ഞങ്ങൾ വനത്തിൽ വരാൻ കാരണം ഞങ്ങളുടെ പിതാവിൻ്റെ ആജ്ഞയാണ്, ഞങ്ങൾ വനത്തിൽ വന്ന് തപസ്സിരിക്കണമെന്ന്. അങ്ങനെ വന്നു. അത് പ്രകാരം വന്നപ്പോൾ ദുഷ്ടനായ അതായത് ചണ്ഡനായ നീചനായ, അതായത് കാട്ടാളനോ ചണ്ഡനെന്നൊക്കെ പറയും, അങ്ങനെ നിശാചരൻ രാക്ഷസൻ അവൻ വന്നു ജാനകി ദേവിയെ കട്ടുകൊണ്ടിരുന്നാൽ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. ഞങ്ങൾ ഈ കാനനത്തിലെല്ലാം ഞാനും എൻ്റെ സഹോദരനോട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് സീതയെ തേടി. കണ്ടിയിൽ അവളെ ഒരിടത്തും ഇന്നിഹ, ഇവിടെ എവിടെ നോക്കിയിട്ടും കണ്ടില്ല. ഇഹ, ഇവിടെ കണ്ടു കിട്ടി നിന്നെ. നീ ആരടോ സഖേ? ഇത്രയെല്ലാം ഭഗവാനോടുള്ള നിങ്ങൾ ഇന്നാരാണെന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് സഖേ നീ ആരാണ്? ഞങ്ങൾ ഇങ്ങനെ കാനനത്തിൽ വന്നു, എൻ്റെ ഭാര്യയായ സീതയെ ഒരു നിശാചരൻ കട്ടുകൊണ്ടുപോയി, ഞങ്ങൾ തിരഞ്ഞു വന്നു ഇവിടെ. അപ്പോൾ നിന്നെ കണ്ടു, ഹനുമാനെ കണ്ടു. അപ്പം നീ ഹനുമാനെന്ന് അറിയില്ല. അപ്പം അങ്ങനെ വന്ന വഴിക്ക് ഇവിടം വരെ എത്തി. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കണ്ടു കിട്ടി നിന്നെ, ഹനുമാനെ കണ്ടു. അതുകൊണ്ട് നീ ആരാ സഖേ? ഭഗവാൻ ചോദിക്കുക, നീ നീ ആരാടോ സഖേ? നിനക്കെന്ത പേരോ, നിന്റെ പേരെന്താ, നീ ആരാണെന്നൊക്കെയാണ് ഭഗവാനും ചോദിക്കുന്നത്. ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞാൽ ദശരഥനുള്ള ഭൂമിപാലൻ്റെ മകനാണ്, എൻ്റെ അനുജനാണ് ലക്ഷ്മണൻ. സീതയാണ് എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യ ഇതുപോലെ കാനനത്തിൽ തപസ്സിൻ്റെ സമയത്ത് വന്ന് ദുഷ്ടനായ നിശാചരൻ കട്ടുകൊണ്ട് പോയി. എങ്കിലും നീ ആരടോ സഖേ? ചൊല്ലിയിടുക, അത് പറയൂ. അതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പി തൊഴുതു കുതൂഹലാൽ സന്തോഷത്തോടെ. അപ്പോൾ ശത്രു അല്ലെന്ന് മനസ്സിലായി. സുഗ്രീവൻ ചോദിച്ചതെന്താണ്? പറഞ്ഞിട്ട് എന്താ? ശത്രുക്കളാണെ കൈ കാണിക്കണം. മിത്രമാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ വന്നവരല്ലെങ്കിൽ എന്ത് ചെയ്യണം? മുഖഭാവം കൊണ്ട് സന്തോഷമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശത്രുക്കളല്ലല്ലോ. അങ്ങനെ അതും ഇതിനിടയ്ക്കൂടെ നടത്തണം. ഹനുമാൻ അല്ലെ സുഗ്രീവനുടെ ഭയന്ന് പറിച്ചിരിക്കുക. അതുകൊണ്ട് ചൊല്ലിടുക എന്ന് പറഞ്ഞപ്പോൾ മാരുതി പറഞ്ഞു, ചൊല്ലിനാൻ കൂപ്പി തൊഴുതു കുതൂഹലാൽ. അപ്പോൾ കുതൂഹലം വരുമ്പം സുഗ്രീവൻ നോക്കിയിരിക്കും. സന്തോഷത്തിലിങ്ങനെ സന്തോഷം. കാരണം ഇവിടെ പരമാത്മാവായ ശ്രീരാമനാണല്ലോ ഇവരൊക്കെ രാമൻ എന്ന് കേൾക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി നല്ല മഹാത്മാക്കളാണ്. അവിടെ ഒരു ദുരോഹത്തിന്
വന്നവരല്ല, അവരവരുടെ ഭാര്യ തിരക്കി വന്നവരാണ്. അപ്പോൾ സന്തോഷത്തോട് നിറയുമ്പോൾ സുഗ്രീവൻ ഈ സന്തോഷം കാണും, മുഖഭാവം കാണുമ്പോൾ ശത്രുക്കളല്ലെന്ന് അദ്ദേഹവും മനസ്സിലാക്കും. അതുകൊണ്ട് അപ്പം ചൊല്ലിനാൻ കൂപ്പി തൊഴുത് കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നത് അത്ര രഘുപതേ. ഭഗവാനെ രഘുപതേ, എൻ്റെ അതായത് സുഗ്രീവൻ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ, അത് കുരങ്ങനെയാണ് വാനരേന്ദ്രൻ എന്ന് പറയുന്നത്. വാനരന്മാരുടെ ഇന്ദ്രനാണ്, അപ്പോൾ കുരങ്ങന്മാരുടെ തലവനാണ് സുഗ്രീവൻ. അങ്ങനെയുള്ള സുഗ്രീവൻ ഈ പർവ്വതത്തിൻ്റെ അഗ്രത്തിൽ അറ്റത്ത്, അത് ഋഷ്യമുഖാചലത്തിൻ്റെ അങ്ങ് ഉച്ചാന്ത അറ്റത്ത് വസിക്കുന്നത് അത്ര രഘുപതേ, അവിടെ കഴിയുന്നു രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ. അവിടെ സുഗ്രീവൻ മാത്രമല്ല, അദ്ദേഹത്തിന് മന്ത്രിമാരായിട്ട് ഞങ്ങൾ 4 പേര് വേറെയും കൂടെ ഉണ്ട്. സന്തതം കൂടെ പിരിയാതെ വാഴും ഞങ്ങൾ, എപ്പോഴും സുഗ്രീവനെ പിരിയാതെ തന്നെ എപ്പോഴും കാവലായി കൂടെ തന്നെ ഞങ്ങളുണ്ട്. എന്താ കാരണം? അഗ്രജനാകിയ ബാലി കവീശ്വരൻ ഉഗ്രൻ ആട്ടിക്കളഞ്ഞിടാൻ തമ്പിയെ. കവീശ്വരൻ അതായത് കവി കുരങ്ങൻ, ഈശ്വരൻ അതായത് മൂത്തവനാണ്. സുഗ്രീവനും ഈ കുരങ്ങന്മാരുടെ തലവനാണ്, പക്ഷേ അതിൻ്റെ ജ്യേഷ്ഠനാണ് ബാലി. അപ്പം ഏറ്റവും മൂത്തവനല്ലേ ഒന്നുകൂടെ തലപ്പമുള്ളത്, അതും സുഗ്രീവൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ സുഗ്രീവന് അത്രത്തോളം ഒന്നും കൂടെ വലുത് ഈ ബാലിയാണല്ലോ. അപ്പോൾ ബാലി എന്നുള്ള അഗ്രജൻ ജ്യേഷ്ഠൻ, ഇങ്ങനെ ആ ബാലി കവീശ്വരൻ ഉഗ്രനാണ് ഈ കവി ബാലി. അതുകൊണ്ട് ബാലി ആട്ടിക്കളഞ്ഞിടാൻ ഈ തമ്പിയെ, ഈ കുട്ടിയെ, അനുജനാണല്ലോ സുഗ്രീവൻ, അതുകൊണ്ട് തമ്പി എന്ന് പറഞ്ഞ് ഇളയ കുട്ടികളെ തമ്പി എന്ന് പറയും. അപ്പം ബാലി എന്ന് പറഞ്ഞാൽ ഇവിടെ മൂത്തവനാണ്, അഗ്രജനാണ്. ഈ അഗ്രജൻ എന്ത് ചെയ്തു? ഈ തമ്പിയെ ആട്ടിക്കളഞ്ഞു, അവനെ ഇവിടെ നിന്നെല്ലാം ഓടിച്ചു കളഞ്ഞു, അവൻ്റെ നാട്ടിൽ നിന്നേ ഓടിച്ചു കളഞ്ഞു. ഈ ദുഷ്ടനെന്നതി പറയുന്നില്ല, പിന്നെ വരും. അപ്പോൾ ജ്യേഷ്ഠനായ ഈ ബാലി പേടിച്ചാണ് ഈ സുഗ്രീവൻ ഇവിടെ കഴിയുന്നത്. അതുകൊണ്ട് ആട്ടിക്കളഞ്ഞാൽ അടിച്ചോടിച്ച് കളഞ്ഞു. മിക്കവാറും ചില വീടുകളിൽ നിന്ന് ചിലർ ഇങ്ങനെ ഓടിച്ച് കളയുമല്ലോ, അതുപോലെ ഓടിച്ച് കണ്ടാൽ കൊല്ലും. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഇവിടെ നിന്ന് കഴിയുന്നത്. അതുകൊണ്ട് സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടാൻ. സുഗ്രീവൻ്റെ ഭാര്യയാകുന്ന സ്ത്രീയെ കൂടെ പരിഗ്രഹിക്കുന്ന ആരാ? ഈ ബാലി. എന്താ? അനുജനെ ഓടിച്ചു കളഞ്ഞിട്ട് ഭാര്യയെ കൂടെ ബാലിയാണ് നോക്കുന്നത്. അതുകൊണ്ട് പരിഗ്രഹിച്ചിടാൻ അഗ്രജൻ ജ്യേഷ്ഠൻ തന്നെ ഈ സുഗ്രീവൻ്റെ ഭാര്യയെ കൂടെ പരിഗ്രഹിക്കുന്നു. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നത് അർക്കൻ സൂര്യൻ, ആത്മജൻ സൂര്യപുത്രൻ ഈ സുഗ്രീവൻ എങ്ങനെ ഇരിക്കുന്നു? ഋഷ്യമൂക അചലം, ഈ പർവ്വതത്തിൻ്റെ മുകളിൽ സങ്കേതമായി അവിടെ വസിക്കുന്നു. വിശ്വാസമോടെ ഇരിക്കുന്നു, അവിടെ ആരും ചെന്ന് ഉപദ്രവിക്കത്തില്ലാത്തതുപോലെ. എന്താ കാരണം? ബാലി അവിടെ ചെല്ലത്തില്ല, ആ ഭാഗത്ത് ബാലിക്ക് ചെന്നുകൂടാ, ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഋഷ്യമുഖാചലത്തിൽ സങ്കേതം, അവിടെ തന്നെ വസിച്ച് ഒരു ഭയവും കൂടാതെ ഞങ്ങൾ 4 മന്ത്രിമാരും കാവലുണ്ട്. അദ്ദേഹം അവിടെ സുഖമായി അവിടെ. ആരാണ്? സുഗ്രീവൻ, അർക്കാത്മജൻ സൂര്യപുത്രൻ സുഗ്രീവൻ അവിടെ കഴിയുന്നു. ഞാൻ അവൻ തന്നുടെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനൻ മഹാമതേ. ഞാൻ അവൻ്റെ സുഗ്രീവൻ്റെ ഭൃത്യനാണ്, ദാസനാണ്. വാനരൻ വായുതനയനാണ് ഞാൻ, വായുപുത്രനാണ്. മഹാമതേ, ശ്രീരാമനോട് പറയുന്നു, മഹാമതേ ഞാൻ വായുതനയനാണ്, എൻ്റെ പേര്, ഞാൻ സുഗ്രീവൻ്റെ ഭൃത്യനാണ്. ഞങ്ങൾ 4 പേര് അവിടെ കഴിയുന്നത്. എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. ഞാൻ അവൻ തന്നുടെ ഭൃത്യനായുള്ളൊരു വാനരൻ, ഹനുമാൻ എന്നല്ല, വായുതന, മാരുതൻ എന്നുള്ള പേര്, വായുപുത്രൻ എന്ന് എല്ലാം ഒന്ന് തന്നെ, ഹനുമാനാണത്. ഞാനൊരു വാനരനാണ്, ഞാൻ വായുവിൻ്റെ പുത്രനാണ്. മഹാമതേ, നാമധേയം ഹനുമാൻ, എൻ്റെ പേര് ഹനുമാൻ. അഞ്ജനാത്മജനാ, ഞാൻ അഞ്ജനാ തനയനാണ്. നാമധേയം ഹനുമാൻ, അഞ്ജനാത്മജൻ, ആമയം തീർത്ത് രക്ഷിച്ചുകൊള്ളണമേ, എൻ്റെ വിഷമങ്ങളെല്ലാം തീർക്കണമേ എന്ന് ശ്രീരാമനോട് പറഞ്ഞു. ഞാൻ അഞ്ജനാത്മജനാണ് എന്ന് വെച്ചാൽ അഞ്ജനാ തനയൻ, അഞ്ജനാ പുത്രൻ, അത് അഞ്ജനയുടെ മകനായ ഹനുമാനാണ് ഞാൻ. എൻ്റെ ആമയം, എൻ്റെ ദുഃഖങ്ങളെല്ലാം തീർത്ത് രക്ഷിച്ചുകൊള്ളണമേ എന്ന് ഈ ശ്രീരാമനോട് ലക്ഷ്മണനോടും ഹനുമാൻ പറയുന്നു. സുഗ്രീവനോട് സഖ്യം ഭവാൻ ഉണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. അതായത് നമ്മുടെ ഈ അർക്കപുത്രനായ ഈ സുഗ്രീവനോട് സഖ്യം ചെയ്യാമെങ്കിൽ, ഭവാൻ അങ്ങനെ ഉണ്ടെങ്കിൽ, സുഗ്രീവനെ വന്ന് കണ്ട് നിങ്ങൾ തങ്ങളിൽ സുഹൃത്തുക്കളാകാമെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. ഇപ്പം ബാലി സുഗ്രീവൻ്റെ ശത്രു, പിന്നെ സീതയെ കൊണ്ടുപോയ നിശാചരനുള്ള രാക്ഷസൻ ഭഗവാന്റെ ശത്രു. ഈ അരികളെ ഇരുകൂട്ടർ സഖ്യം ചെയ്താൽ നമുക്ക് ഇരുകൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാമല്ലോ. അപ്പം ശത്രുക്കളെ നമുക്ക് വധിക്കാമല്ലോ, നിഗ്രഹിക്കാമല്ലോ. നിങ്ങൾ സഖ്യം ചെയ്യാമെങ്കിൽ, ഒത്തുകൂടാമെങ്കിൽ.
വേല ചെയ്യാം, അതിന് ആവോളം ആശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. അതുകൊണ്ട് ഇതിന് തക്കതായ ജോലി എന്താണ് വേണ്ടത്, വേല അത് മൊത്തവും ആവോളം ഞാൻ ചെയ്യാമെന്നുള്ള ഹനുമാൻ്റെ ആ ഒരു എന്താ പറയുക, എത്രത്തോളം അതിനുവേണ്ടി പ്രയത്നിക്കാം, എത്രത്തോളം എനിക്ക് പറ്റും അത്രത്തോളം ഞാൻ അതിനുവേണ്ടി എല്ലാം ചെയ്യാം, എനിക്ക് ആലംബനം മറ്റാരുമില്ല ദൈവമേ. ശ്രീരാമ ഭഗവാനെ പറയുന്നു. ഹനുമാൻ ഇത്രയും ഭക്തിയോടുകൂടി പറയും, എനിക്ക് മറ്റാരും ആലംബനമില്ല. സുഗ്രീവനെ രക്ഷിക്കുക കടമയാണ്, പക്ഷെ സുഗ്രീവനെ ബാലിയെ നശിപ്പിക്കാറുണ്ട്. ഒരിക്കലും സുഗ്രീവനെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, അതിൻ്റെ മണ്ടയിൽ തന്നെ കഴിഞ്ഞു കൂടണം. അദ്ദേഹത്തിന് വേണ്ടുന്നതൊക്കെ എവിടെന്നെങ്കിലും കൊണ്ടുകൊടുക്കുന്ന ഈ മന്ത്രിമാരാണ്. അപ്പോൾ ഒരുത്തരം ഭയന്ന് എത്ര ആളിനെ കഴിയും, അതും ഭാര്യയെ പോലും കാണാൻ കിട്ടുന്നില്ല. ഈ ദുഷ്ടനായ ബാലി തന്നെയാണ് അതും എടുത്തു വച്ചേക്കുന്നത്, ഭാര്യയെ. ഇതെല്ലാം ഓർക്കുമ്പോൾ എത്രമാത്രം സങ്കടമാണ്. നാട്ടിലോ വീട്ടിലോ വല്ലതും ചെല്ലാനൊക്കോ ഒന്നും നിവർത്തിയുണ്ടോ? അങ്ങനെ ആയപ്പോൾ എനിക്ക് മറ്റാലംബനല്ലെന്ന് ഹനുമാൻ പറയുന്നു. നിങ്ങൾ തങ്ങളിൽ സുഗ്രീവനും ശ്രീരാമൻ തങ്ങളിൽ സഖ്യം ചെയ്യാമെങ്കിൽ നമുക്ക് ഇരുവർക്കും കൂടി രണ്ടുപേരുടെയും ശത്രുക്കളെ നമുക്ക് അരികളെ നമുക്ക് വധിക്കാം, അവരെ നിഗ്രഹിക്കാം. അതിന് മറ്റാരും ഞങ്ങൾക്ക് ആശ്രയമില്ല ഭഗവാനെ ദൈവമേ, ആലംബനം അങ്ങല്ലാതെ മറ്റാരുമില്ല. ഇത്തം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളു ഉൾത്താപമെല്ലാം അകലും ദയാനിധി. ഇങ്ങനെ തിരുമനസ്സെങ്കിൽ എഴുന്നള്ളി ഇങ്ങനെ ചെയ്യാമെങ്കിൽ തിരുമനസ്സെങ്കിൽ എഴുന്നള്ളൂ ഉൾത്താപമെല്ലാം അകലും. ശ്രീരാമഭവൻ ഇപ്പം എന്തൊക്കെയോ പറഞ്ഞും കരഞ്ഞുമാണല്ലോ അവിടെ വന്ന് കണ്ടുമുട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള വിഷമം എല്ലാം മാറും. ഹനുമാൻ പറഞ്ഞ് ഉൾത്താപം, ഉള്ളിലെ സീതയെ കാണാച്ച ദുഃഖങ്ങൾ മൊത്തവും പോകും. നമുക്ക് അവരുടെ ശത്രുക്കളെല്ലാം വധിച്ച് നിഗ്രഹിച്ച് വീണ്ടെടുക്കാം. നമുക്ക് ബാലിയെ വധിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവിടെ നിന്ന് വീണ്ടെടുക്കണം. അദ്ദേഹത്തിന് വേണ്ടുന്ന അയാൾക്കുള്ള വേണ്ടുന്നതെല്ലാം എടുക്കണ്ടേ? ബാലിക്ക് മാത്രം ജീവിക്കാനുള്ളതാണോ? അനുജന് വേണ്ടുന്നതല്ലേ? രണ്ടും അനുജനും ജ്യേഷ്ഠനും അല്ലേ? അച്ഛൻ രണ്ടാണ്. ഒരാൾ പിന്നെ സൂര്യപുത്രൻ സുഗ്രീവൻ, ഇന്ദ്രപുത്രനാണ്, ഇന്ദ്രൻ്റെ പുത്രനാണ് ബാലി. അങ്ങനെ രണ്ടുപേരുടെയും പിതാക്കന്മാർ മാറ്റമാണ്. പക്ഷേ അല്ലാതെ നമുക്ക് അമ്മ വെച്ച് നോക്കുമ്പം സുഗ്രീവന് ബാലിയും ജ്യേഷ്ഠനും അനിയനുമാണ്. ഈ ജ്യേഷ്ഠന് ഇഷ്ടമല്ല, ബാലിയെ എങ്ങനെയും ഉപദ്രവിച്ച് കൊല്ലുന്ന എന്തൊക്കെയാ കാര്യങ്ങളുണ്ട്. അതൊക്കെ തെറ്റിദ്ധാരണ മൂലമാണ്, അതൊരു തെറ്റിദ്ധാരണയാണ്. എന്തോ ചെയ്തത് ബാലിയെ നശിപ്പിക്കാനാണെന്ന് ബാലിക്ക് തോന്നി പണ്ട്. അതിൻ്റെ വൈരാഗ്യം സുഗ്രീവനോട് കാണിക്കുന്നത്. കാര്യമൊന്നും ഇല്ല താനും, തെറ്റൊന്നും ചെയ്തിട്ടല്ല താനും. അപ്പോൾ ഇങ്ങനെ ഇത്തം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളു ഉൾത്താപം എല്ലാം അകലം ദയാനിധി. ഉള്ളത്തിലുള്ള വിഷമങ്ങൾ മൊത്തം തീരും. അതുകൊണ്ട് എഴുന്നള്ളുക. എവിടേക്കാണ്? സുഗ്രീവൻ സഖ്യം പർവ്വതത്തിന് മുകളിലേക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ഉണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ട്. നിജാകൃതി വെച്ചാൽ യഥാർത്ഥ ഹനുമാന്റെ രൂപം കൈക്കൊണ്ട്. അതിൽ ബ്രഹ്മചാരിയായിട്ട് ഒരു വടുവായിട്ട് ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് പോകാനല്ലേ സുഗ്രീവൻ പറഞ്ഞത്. കാരണം മുനികമാരുടെ അടുക്കൽ അങ്ങനെ വേണ്ടേ, ഹനുമാനായിട്ട് ചെന്നാൽ അവർ മൈൻഡ് ചെയ്യുമോ? കാരണം ശ്രീരാമന് അറിയില്ലല്ലോ ഈ വാനരൻ ആരാണെന്ന് ഹനുമാൻ. അതുകൊണ്ട് ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് ചെല്ലാനാ പറയാം. അതായിട്ടാണ് അവിടെ നിന്ന് പറയുന്നത്. അപ്പം ഉണർത്തിച്ചു ഇതത്രയും പറഞ്ഞിട്ട് ഇദ്ദേഹം യഥാർത്ഥ രൂപം, അയാളുടെ വാനര രൂപം കൈക്കൊണ്ട് ഹനുമാനായിട്ട് തന്നെ നിന്ന്, വാലും അങ്ങനെയുള്ള രൂപം അങ്ങനെ നിന്ന് തിരുവമ്പിലാമാറ് മാരുതി. ഈ മാരുതി ഹനുമാൻ ഇങ്ങനെ യഥാർത്ഥ രൂപം കൈക്കൊണ്ട് ഭഗവാന്റെ അടുക്ക നിന്നു. പോക മമ സ്കന്ധമേറിടുവിൻ, നിങ്ങൾ ആകുലഭാവം അകലെ കളഞ്ഞാലും. ലക്ഷ്മണൻ്റെയും ഭഗവാന്റെയും ആകുലം വിഷമങ്ങളെല്ലാം കളഞ്ഞിട്ട് എൻ്റെ സ്കന്ധത്തിൽ, എൻ്റെ തോളിൽ കയറിക്കൊള്ളു. ഹനുമാൻ ശക്തിമാനല്ലേ, വളർന്നു വലുതാവുന്ന ആളല്ലേ. അതുകൊണ്ട് ഭഗവാന്റെ കൂടെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഈ കുന്നിൻ്റെ മണ്ടേ കയറിപ്പോണ പാടല്ലേ, ഭഗവാനും അങ്ങനെ ശീലമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ സ്കന്ധമേറിൻ്റെ തോളിൽ കയറൂ. ആകുലഭാവമെല്ലാം വിഷമങ്ങളെല്ലാം കളഞ്ഞിട്ട് അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്ത് ഭഗവാനോട് ശബരി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് നടക്കൂ, അപ്പോൾ ഇതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒത്തുവരും, കാര്യങ്ങളെല്ലാം നേടാൻ പറ്റും. ശബരിയെ മോക്ഷത്തിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞിട്ട് പോയത് അങ്ങനെയാണ്. അന്നേരമാണ് ഭഗവാനോട് ഈ ഹനുമാൻ പറഞ്ഞത്, എൻ്റെ തോളിൽ കയറിക്കൊള്ളൂ, നമുക്ക് സഖ്യം ചെയ്യാം സുഗ്രീവനോട്. അത് ഭഗവാൻ അത് ഉൾത്താപിൽ എല്ലാ ദുഃഖവും മാറും, നമുക്ക് ഈ രണ്ടുപേരുടെ ശത്രുക്കളെ നമുക്ക് നിഗ്രഹിക്കാം, ഒത്തു നിന്നാൽ മതി, അതിന് വേണ്ടോളം എല്ലാ സഹായവും ഞാൻ ചെയ്യും ഹനുമാൻ പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ ഓർക്കുന്നത്, ശബരിതൻ വാക്കുകൾ ഓർത്ത് കണ്ട് ഉൽപ്പല നേത്രനും അനുവാദവും ചെയ്താന്ന് നമുക്ക് പോകാം. അപ്പം ശബരിയുടെ വാക്ക് കേട്ട് ഭഗവാൻ ലക്ഷ്മണൻ കൂടെ ഹനുമാനെ തോളെ കയറി. ഇനി നമുക്ക് സുഗ്രീവ സഖ്യം, ഇനി അവിടെ ചിലപ്പോൾ സുഗ്രീവനോട് സഖ്യം ചെയ്താൽ ഇനി അടുത്ത വായന ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അതൊന്ന് സമയം പോയി, അതുകൊണ്ട് വെക്കാൻ വെക്കണം, ഒത്തിരി സമയം പോയി മക്കളെ. എല്ലാവർക്കും നമസ്കാരം.
ഹരിവും ഹരിവും ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. ഇങ്ങനെയൊക്കെ പറ്റും മക്കളെ. ഞാനിത് പഠിച്ചിട്ടൊന്നും വായിക്കുന്നതല്ലല്ലോ. ഈ കഥ പോലും എനിക്കറിയില്ലാത്തത്. ഞാൻ കഴിഞ്ഞ വർഷമല്ലേ ഇതൊക്കെ തുടങ്ങിയത്. എങ്കിലും ഭഗവാൻ ഇത്രയെങ്കിലും ഒപ്പിച്ച് തരുന്നതുകൊണ്ട് എല്ലാവർക്കും, എല്ലാ മക്കളും എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞാൽ അമ്മ ഇത്രയൊക്കെ പറഞ്ഞു തരുന്നത് വലിയ ഭാഗ്യമാണ്. എന്താണെന്ന് എനിക്ക് ഭഗവാന്റെ നിശ്ചിത, ഭഗവാനല്ലേ ഇതൊക്കെ നടത്തുന്നത്, നമ്മളാരും ഒന്നും അല്ലല്ലോ. ഈശ്വരൻ എന്ത് കൽപ്പിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് വിചാരിക്കുന്നു, എന്ത് പ്രവർത്തിപ്പിക്കുന്നു, നമ്മളെ കൊണ്ട് ഇതൊക്കെ ഭഗവാൻ വിട്ടുകൊടുക്കുന്നു. എല്ലാം ഈശ്വരാർപ്പണം. മക്കളെ എല്ലാം ഈശ്വരൻ അർപ്പിക്കുന്നു. ഞാനൊന്നും ആളല്ല. എല്ലാം ഭഗവാൻ എന്താണ് അത് നമ്മൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം നാളെ എങ്ങനെ, ഇന്നെങ്ങനെയാണ് അവിടെ തീരുമാനിക്കുന്നത്. നമ്മളെന്താ എല്ലാം ഈശ്വരൻ അർപ്പിക്കുക. നമ്മളായിട്ട് ഒന്നും, നമുക്ക് ആര് നമ്മളെന്ത് പറഞ്ഞാലും, സന്തോഷം പറഞ്ഞാലും ദുഃഖമെല്ലാം ഭഗവാൻ വിട്ടുകൊടുക്കുന്നു. അമ്മ ഇത്രയൊക്കെ ഇന്നും ജഗദമ്മ പറഞ്ഞ് ഇത്രയും അറിവൊക്കെ പറഞ്ഞു തരാൻ ആരുമില്ലമ്മേ എന്ന് പറയുന്നത് ഭഗവാനല്ലേ ചെയ്തത്. ആ നന്ദി എല്ലാം ഭഗവാൻ കൊടുക്കണ്ടേ. അതുകൊണ്ട് ഈ മക്കളുടെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ എന്താ കമൻസുകളെല്ലാം ഈശ്വരൻ ഞാൻ അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ്, ഞാനല്ല, എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അതെല്ലാവർക്കും അറിയാം. ആരെക്കൂടെ നടക്കാത്തതാലേ നമ്മളിതൊക്കെ നേരമണ്ണം പഠിച്ചു. എന്നാലും കൃപയോടുകൂടി പറയാനൊന്നും, അത് ഈശ്വരകൃപ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഈ ഈശ്വരകൃപ എല്ലാവർക്കും വരുത്താനാണ് ഞാൻ എൻ്റെ സ്നേഹം. എല്ലാ മക്കളും എല്ലാവരും ആസ്വദിക്കണം, ആനന്ദിക്കണം. ഈശ്വരൻ്റെ കൃപ വാങ്ങിക്കണം. നമ്മൾ ഈശ്വരന് ഇഷ്ടമുള്ള ചെയ്യണം. എന്നിങ്ങനെ ഇതുപോലെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഒന്നിനും ആളല്ല. എല്ലാം നമുക്ക് വീട്ടിലെ ഉത്തരവാദിത്വമാണോ, ഒരു ഗൃഹത്തിൽ നോക്കുക, അതും നമ്മളെ കൊണ്ട് നടക്കത്തില്ല. അതിൻ്റെ വഴിയാമണം എല്ലാം ഭഗവാൻ വിട്ടിട്ട് ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ഈശ്വരന് ഒരു എറുമ്പിനെ പോലും നോക്കാൻ ഭഗവാൻ അറിയാം. അതും ഭഗവാനെ സൃഷ്ടിയാണ്. അതിനെ നോക്കാൻ ഈശ്വരനാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെ ഉപദ്രവിക്കുമെന്ന് പറയുന്നത് എല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നല്ല പ്രവൃത്തിയും എല്ലാം വരുമ്പോൾ നമുക്കും ഭഗവാന്റെ കൃപ വരും. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും.